അമ്മയിൽ കൂട്ടരാജി. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ 17 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ചു. ഭരണസമിതി പിരിച്ചുവിട്ടു. നിലവിലെ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. രാജി ഭരണസമിതിയിലെ തന്നെ അംഗങ്ങൾക്ക് നേരെ ലൈംഗിക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ. വിവരങ്ങളുമായി കീർത്തി ചേരുന്നു. കീർത്തി, ഈ സംഘടനാ സംവിധാനം തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു രാജിയെ ഒരു കൂട്ട ഒളിച്ചോട്ടമായി കണക്കാക്കേണ്ടതുണ്ടോ? നന്ദു, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിന് മുന്നിലാണ്. കുറച്ച് സമയം മുൻപാണ്, അല്പസമയം മുൻപാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് അടിയന്തര യോഗം ചേർന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ, അതിനു പിന്നാലെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജി, അതിനു പിന്നാലെ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുമെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഇന്ന് അതിനുവേണ്ടി ചേരേണ്ടിയിരുന്ന അടിയന്തര യോഗമായിരുന്നു. ആദ്യം മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്ന് മാറ്റിവെച്ച യോഗമായിരുന്നു. പിന്നീടാണ് ഇവർ ഓൺലൈനായി അടിയന്തര യോഗം ചേരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത്. പിന്നീട് വന്ന വാർത്തകൾ അത് ഒരു അമ്മാ സംഘടനയിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറി, അമ്മാ സംഘടന ആകെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയൊരു ക്ലൈമാക്സിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17 അംഗ എക്സിക്യൂട്ടീവ് രാജിവെച്ചിരിക്കുന്നു. ഒരു കൂട്ടരാജി തന്നെ അമ്മാ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നു. ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അമ്മ ഓഫീസിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഓഫീസ് അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്കിലും ഓഫീസിനകത്ത് ലൈറ്റുണ്ട്, ഓഫീസിനകത്ത് വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും ഭാരവാഹികൾ ഈ ഓഫീസിനകത്തുണ്ടോ, ഇവരുടെ പ്രതികരണമൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ തേടുന്നത്. ഈ 17 അംഗ എക്സിക്യൂട്ടീവാണ് രാജിവെച്ചത്. പ്രസിഡന്റായ മോഹൻലാൽ, വൈസ് പ്രസിഡന്റ് ജഗദീഷ്, ജയൻ ചേർത്തല, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആദ്യമേ തന്നെ ഈ ഒരു സിദ്ദിഖിനെതിരായ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് ഇന്ന് യോഗം ചേരുമ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് ഇന്ന് സ്ഥാനം ഏറ്റെടുക്കും, ചുമതല ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഈ സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ തന്നെ ബാബുരാജ് പറഞ്ഞിരുന്നു, അമ്മയെ കൈവിടില്ല, അമ്മ ഒറ്റയ്ക്കാകില്ല, താൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ ബാബുരാജിനെതിരെയും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗികാരോപണവുമായി രംഗത്തെത്തിയത്. അങ്ങനെ ഈ ഒരു എക്സിക്യൂട്ടീവിലുള്ള ഒരു താരത്തെയും നേതൃത്വം ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. പ്രസിഡന്റായ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഒന്നും തന്നെ വരുന്നില്ല. ഒരു കൂട്ടരാജി, ഒരു നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ ഒരു ഒളിച്ചോട്ടമായി തന്നെ കണക്കാക്കിയിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അനന്യ, അൻസിബ, ജോയ് മാത്യു, ജോമോൾ, കലാഭവൻ ഷാജോൺ, സരയു, സുരാജ് വെഞ്ഞാറമൂട, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടോമിനോ തോമസ്, വിനു മോഹൻ എന്നിവരാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. എല്ലാവരും ഒന്നടങ്കം രാജിവെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയൊരു ഭിന്നിപ്പ് ഈ അമ്മാ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അമ്മാ സംഘടന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാൻ വൈകിയെന്നാരോപിച്ച് ഈ സംഘടനയിൽ നിന്നും തന്നെ ആളുകൾ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും തന്നെ ആളുകൾ പ്രതികരിക്കാൻ വൈകി, അത് സമ്മതിച്ചേ പറ്റൂ എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയിലെ ഭിന്നിപ്പ് അന്നേ പുറത്തു വന്നതാണ്. പിന്നീടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം വരുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഒരു സിദ്ദിഖ് രാജിവെക്കണമെന്ന പ്രതിഷേധമൊക്കെ ഉയരുന്നതിന് മുന്നേ തന്നെ സ്വമേധയാ സിദ്ദിഖ് തന്റെ രാജി പ്രസിഡന്റിന് മോഹൻലാലിന് സമർപ്പിക്കുകയായിരുന്നു. അതിൽ ഇതുവരെയും സിദ്ദിഖ് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഈ ഒരു ആരോപണത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇപ്പോൾ പ്രസിഡന്റായ മോഹൻലാലിന്റെ സന്ദേശം ഇത്തരത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മാ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് മോഹൻലാൽ തന്റെ സന്ദേശത്തിൽ പറയുന്നത്. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. 2 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അമ്മ ഭരണസമിതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയമായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനാകും. പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ നടക്കുന്ന സംവിധാനങ്ങൾക്കൊന്നും തന്നെ മുടക്കമുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഭരണസമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് അഡ്ഹോക് കമ്മിറ്റിക്കാണ് നിലവിൽ ചുമതല നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാലിന്റെ സന്ദേശത്തിൽ പറയുന്നത്, അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും.
അങ്ങനെ ആ ഒരു സന്ദേശത്തിൽ നിന്നും തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്ത് സാഹചര്യത്തിലാണ് വിമർശനമുണ്ടായത്, ഇപ്പോൾ തിരുത്താൻ തയ്യാറായിരിക്കുന്നത്, ഇപ്പോൾ തിരുത്തിയതിനൊക്കെ നന്ദി അറിയിക്കുകയാണ് പ്രസിഡന്റായ മോഹൻലാൽ. ഇത്രയും വലിയൊരു പ്രതിരോധം അമ്മ സംഘടന ഇതുവരെയും നേരിട്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിനു മുന്നേ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ പോലും ഇത്രയും അധികം ഒരു പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള താരങ്ങൾക്കെതിരെ തന്നെ ലൈംഗിക ആരോപണം വരുന്നു. ഈ അമ്മ സംഘടന 1994 രൂപം കൊണ്ടത്. ഈ ഒരു സമയത്ത് തന്നെ ഈ വനിതാ താരങ്ങൾക്കും ഒപ്പം മറ്റ് സിനിമാ താരങ്ങൾക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും മറ്റ് താരങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നു ഈ ഒരു സംഘടന തന്നെ രൂപം കൊണ്ടത്. എന്നാൽ വനിതാ താരങ്ങൾ അവർ നേരിടുന്ന പലതരത്തിലുള്ള വിവേചനങ്ങൾ, കൂലിയുമായി ബന്ധപ്പെട്ട വേതനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ മറ്റ് പലതരത്തിലുള്ള വിവേചനങ്ങൾ അവർ നേരിടുമ്പോൾ, അവർ വന്ന് പരാതിപ്പെടുമ്പോൾ അതിനൊന്നും തന്നെ പരിഹാരമുണ്ടാകാത്ത സ്ഥിതി. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു നടി ആക്രമിച്ച കേസിനൊക്കെ പിന്നാലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ജനറൽ സെക്രട്ടറിയായ സ്ഥാനമേറ്റെടുത്ത സിദ്ദിഖ് പറഞ്ഞത് ഈ റിപ്പോർട്ട് തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് സിദ്ദിഖ് പറഞ്ഞിരുന്നത്. എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ സിദ്ദിഖിനെതിരെ, ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം വരുന്നു. യുവനടി അവർക്കുണ്ടായ ദുരനുഭവം മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവനടി പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം സിദ്ദിഖ് രാജിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അമ്മയെ കൈവിടില്ല, അമ്മയെ നയിക്കാൻ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ബാബുരാജ് രംഗത്ത് വരുന്നു. പിന്നീട് ബാബുരാജിനെതിരെയും ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നു, ലൈംഗികാരോപണം ഉന്നയിച്ചു. മറ്റ് ഈ അമ്മയിൽ മുന്നേ ഉണ്ടായിരുന്ന താരങ്ങൾക്കെതിരെയും ഇടവേള ബാബു, മണിയമ്പിള്ള രാജു അങ്ങനെ തുടങ്ങിയ മറ്റ് താരങ്ങൾക്കെതിരെയും, ഇത് സിനിമാ താരങ്ങൾ മാത്രമല്ല നിർമ്മാതാക്കൾക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങിയ അവർക്കൊക്കെ എതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, മോശമായി പെരുമാറിയെന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോൾ അമ്മയിലെ ഈ ഒരു വലിയൊരു പൊട്ടിത്തെറി ഇതൊരു ശുദ്ധികലശമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അടിമുടി പരിഷ്കരണത്തിനാണ് ഒരുങ്ങുന്നത്. എങ്കിലും ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് പ്രസിഡന്റ് ഒന്നും ഇതുവരെയും, പ്രസിഡന്റായ മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ, സിദ്ദിഖിന്റെ വിഷയത്തിൽ ഒന്നിലും ഇതുവരെയും പ്രതികരിക്കാതെ ഇതൊരു ഒളിച്ചോട്ടമായി തന്നെ കാണിയിട്ടിരിക്കുന്നു. ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു രാജി, ഒരു കൂട്ടരാജി എന്തിനാണോ, ഇത് പ്രതികരിക്കാനുള്ള ഭയമാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നത് പൊതുസമൂഹമാണ്. ഇതിലൊന്നും തന്നെ സിദ്ദിഖിന്റെ രാജി, ഇത്തരം ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നത് കൊണ്ടാണോ സിദ്ദിഖ് രാജിവെച്ചത്, ബാബുരാജ് സ്ഥാനം ഏറ്റെടുക്കാത്തത്, ഈ അമ്മയിലുള്ള കൂട്ടരാജി, അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്നതല്ലേ എന്നൊക്കെയാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. അമ്മയുടെ ഓഫീസിന് മുന്നിലാണ് ഞാനുള്ളത്. ഓഫീസ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും താരങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ നോക്കി വരുന്നത്. 17 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, 17 പേര് ഓൺലൈനായാണ് യോഗം ചേർന്നത്. ഇനിയിപ്പോൾ ഈ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതിലൊക്കെ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, മോഹൻലാലിൻ്റെ സന്ദേശവും പുറത്തു വന്നു. തിരുത്തിയെ വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി എന്നാണ് അദ്ദേഹം പറയുന്നത്. നന്ദു. തീർച്ചയായിട്ടും കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇനിയും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരാനിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ചില ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ചില ഈ അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അമ്മ എന്ന സംഘടന ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക, ജനാധിപത്യപരമായ പലതരത്തിലുള്ള മാറ്റങ്ങളും സംഘടനയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് ഈ കൂട്ടരാജി എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു